പൊളിറ്റിക്കൽ സ്ട്രെങ്ത്. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. വരിയുടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം. അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ഷണ്ടത്വം. ഡൽഹിയിലെ പരമപദത്തിലേക്ക് ചുവടുവെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പറയാൻ പറ്റാത്ത കുഴപ്പങ്ങളാണ് സിനിമാക്കാർക്കുള്ളത്. നിങ്ങൾ ഈ സിനിമയിലൊക്കെ എന്താ ചെയ്യുന്നത്? എന്തെന്നാ ചെയ്യുന്നത്? ഉദാഹരണത്തിനാ നിങ്ങൾ കല്യാണം കഴിച്ച അതൊരു ഒരു സിനിമാ നടന്റെ കൂടെ അഭിനയിക്കാൻ അതിനുള്ള ഫീലിംഗ് തോന്നൂലേ? അതിന്റെ ഫീലിംഗ് ഭർത്താവിന് തോന്നൂലേ? അതൊക്കെ നിങ്ങൾ ആലോചിക്കണോ? അതൊക്കെയാണ് തിങ്ക് ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനല്ലേ. ഒരു ഭർത്താവിന്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അത്? ഇപ്പൊ നിങ്ങൾ അങ്ങനെ അഭിനയിക്കുക, അപ്പൊ ഓരോ മനസ്സിൽ എന്താ തോന്നുന്നത്? എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എങ്ങനെ അഭിനയിക്കുന്നു? നിങ്ങളിപ്പോ ഒരു സിനിമാന്റെ കൂടെ അഭിനയിക്ക. ഞാനൊരു സിനിമാ നടന്റെ കൂടെ അഭിനയിക്കുന്നു. അപ്പൊ ഓരോ എന്ത് വിചാരിച്ചു? ഇഷ്ടാണെന്ന് വിചാരിക്കൂലേ? അന്നേരം ഓൾക്ക് വിഷമം തോന്നൂലേ? അന്നേരം ഒരു പിരിയൂലേ? അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്ത് വിഷമം? നിങ്ങൾ സിനിമാക്കാർ നോക്കുന്നില്ല. നിയമം നോക്കാൻ അഭിനയമായിട്ടും ജീവിതമായിട്ടും കാണാൻ അറിയണം. വിവരവും ബോധവും വേണം. വിവരം നിങ്ങൾക്കാണ്, ഞങ്ങൾ പവറാണ്. പവർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മൂളയിൽ എന്തെങ്കിലും ഉണ്ടാവണം കേട്ടോ. മൂളയിൽ ഉണ്ട്, പക്ഷെ നിങ്ങളെ തലയിൽ കളിമണ്ണാണ്. ആയിക്കോട്ടെ. എന്തിനാ എന്നോട് ഇങ്ങനെ അണവണകണം? അരവണ മലക്ക് പോയാലേ കിട്ടുള്ളൂ. അല്ല, അതല്ല, ഈ അണവണക്കണല്ല, അവഗണന. ആ സാധനം വലിയ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് കാര്യമില്ല, ഇടയ്ക്ക് നാക്ക് പഠിക്കണം. അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ എനിക്ക് ചില മലയാളം അപ്പ് പറയുമ്പോഴേ ഇങ്ങനെ സ്ലിപ്പായി പോകും. നീ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞോളൂ. അയ്യോ, എന്റെ മീനവിയയിൽ എന്തായോ എന്തോ. ചിരിച്ചൊക്കെ നടക്കുന്നത് സത്യത്തിൽ ഉള്ളിൽ ഒരുപാട് വിഷമമുള്ളതുകൊണ്ടാ. ഈയിടെയായിട്ട് എപ്പോഴും തോന്നാ ഞാൻ ഒറ്റയ്ക്കാന്ന്, പിന്നെ ആർക്കും വേണ്ടാന്ന്. എന്താ സുഖം? പ്രേമം, പ്രമേഹം. അതിന് മധുരത്തിൽ കുറച്ചാ മതി. ചെല്ല് പറ്റണ്ടേ? എനിക്ക് ചൂടാവല്ലേ വൈദ്യരെ. ഇതാ ഈ മുറിവ് കണ്ടോ? എന്താ ഇത്? ഇന്നലെ ചന്ദ്രേട്ടൻ ഉണ്ടാക്കി തന്നതാ. ഇതൊരിക്കലും ഉണങ്ങരുത്. നീറി ഇങ്ങനെ നിക്കണം. അതിനെ പറ്റിയ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ? സത്യം പറ, നിനക്ക് വട്ടുണ്ടോ? പ്രേമം ഒരു തരത്തിൽ വട്ട് തന്നെയല്ലേ ചന്ദ്രേട്ടാ? അത് മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന സാധനം വേണം. അതില്ലാത്തവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ വൈദ്യരെ കാണാൻ വന്നത്. ഇടി സുലി ചേച്ചിയും രമണി ചേച്ചിയും കൂടി ഇടി. എന്തിന്? ഇന്നത്തെ കാര്യം എന്താ? ആ ചേട്ടനായിട്ടൊരു നൈറ്റ് മേടിച്ചിട്ട് വന്ന് സുലി ചേച്ചിക്ക്. അപ്പൊ മറ്റേ രമണി ചേച്ചി ഇല്ലേ, നാത്തൂൻ, അവരുടെ മുഖം ഒരു കൊട്ടയായി. അവർക്ക് എന്താ മേടിച്ചിട്ട് വരാജെന്ന്. അങ്ങനെ അപ്പൊ സുലി ചേച്ചി തിരിച്ചു ചോദിക്കണം, നിങ്ങൾക്ക് എന്തിനാണ് മേടിക്കണത്? ഞാനല്ലേ ഭാര്യ, എനിക്കല്ലേ മേടിച്ചു തരേണ്ടത്? പൊരിഞ്ഞടി. അത് ശരിയല്ലേ അല്ലേ? ചേച്ചി എന്നാലും കാണിച്ചത് കൊലച്ചതിയായി പോയി. അതാണ്. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. നോക്കട്ടെ, തടസ്സോൻ എന്താണോ തലയിൽ വിധിച്ചേക്കുന്നത് അതുകൊണ്ടൊക്കെ നടക്കും. കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചാലല്ലേ നല്ലൊരു കുടുംബ ജീവിതത്തിൽ. എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ 2000 രൂപയുടെ ഫൗണ്ടേഷനോ. എന്തായാലും നിനക്ക് അതിനെക്കാട്ടി നല്ലൊരു ചെറുക്കനെ കിട്ടും, അത് മതിയല്ലോ. എടി, ഈ പണവും പദവിയുള്ള ആൾക്കാരെ കിട്ടാൻ ഭയങ്കര എളുപ്പാ, പക്ഷെ നല്ല മനസ്സുള്ളവരെ കിട്ടാൻ കുറച്ച്. പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയപ്പോ വേണ്ടെന്ന് വെച്ചത് എന്ത് നന്നായെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നത്. അല്ലേ പിന്നെ ഡോറെ മുട്ടിയുടെ കണക്കെടുത്ത് എന്റെ ബാക്കിയുള്ള ജീവിതകാലം കൂടി. ചിലരുടെ മെസ്സേജിനോ കോളിനോ വേണ്ടി നമ്മൾ ഒരുപാട് നേരം കാത്തിരിക്കില്ലേ? അതെന്താ അങ്ങനെ കാത്തിരിക്കണേന്നറിയോ? നമുക്ക് ഭ്രാന്തായിട്ട് നമ്മളവർ ഓർക്കുന്ന പോലും ഉണ്ടാവും. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതല്ല, ഈ ബാറിന്റെ സൈഡിൽ പിന്നെ 2.5 ഏക്കർ സ്ഥലം കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കപ്പ നട്ട് നനയ്ക്കാനാണ്. ചിലപ്പോ ഇത് പാഴ്സൽ മേടിച്ചോണ്ട് പോകാനായിരിക്കും. ഈ പാഴ്സൽ മേടിച്ച് അങ്ങ് കൊണ്ടുപോയാലും പ്രശ്നം, സ്ത്രീ സുരക്ഷ ഇല്ലെന്ന് പറയും. എങ്കിൽ ഇത് വല്ല കലങ്കിന്റെ വീട്ടിൽ അടിക്കാന്ന് വെച്ചാലോ, പൊതുസ്ഥലങ്ങളിൽ മദ്യവെച്ചെന്നു പോലീസ് പിടിച്ചോണ്ടു പോകും. എന്റെ ഏറ്റവും വലിയ സംശയം എന്ന് വെച്ചാൽ ഇത് ബാറിൽ നിന്ന് മേടിക്കുമ്പോ ഇത് ലേഹ്യവും നമ്മളിത് കുടിച്ചു കഴിയുമ്പോ മദ്യം ആവുന്ന. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ? അത് ഇതുവരെ ചെയ്തില്ലല്ലോ. അത് ചെയ്തോണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്? കഴുകി വെച്ച് അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാം. അത് നിന്റെ തന്തയോട് എന്ന് പറഞ്ഞാൽ മതി. തന്തയോട് തന്നെ പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടത്തിയും ഉണ്ടായിരുന്നു. ഇത് ഉണ്ടനും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കാലത്ത് കൃത്യം 7 മണിക്ക് അവർക്ക് നെയ്യപ്പം തിന്നണം എന്നൊരു മോഹം. പെരക വെട്ടാൻ കാട്ടി പോയി, അവിടെ ഒരു പുലിയെ കണ്ടു. ഈ കഥ എങ്ങനെയാ മോൾക്കറിയാ?
ഇതല്ലേ ഇന്നലെയും പറഞ്ഞത്. എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? നിനക്കറിയോ, നിന്റെ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോ നിനക്ക് പ്രായം കൂടിക്കൂടി വരുവാ. നിനക്ക് പ്രായമാകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല റിജി. നീ എന്നും എന്റെ പഴയ കുഞ്ഞ, എന്റെ കളിക്കൂട്ടുകാരി. ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി അത് വേണ്ടെങ്കിൽ ഞാൻ പറയാം ഹാപ്പി ബർത്ത്ഡേ. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ആ പഴയ കുഞ്ഞായിരുന്നോട്ടെ, നിങ്ങളുടെ കളിക്കൂട്ടുകാരി. ചേട്ടൻ പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ പ്രേമിച്ചിട്ടില്ല. ഇല്ലേ? അപ്പൊ ചേട്ടനാണല്ലേ? അങ്ങനെ ചോദിച്ചേ? എന്റെ മാമൻ പറഞ്ഞേ ആണുങ്ങളാകുമ്പോ പ്രേമിക്കൂന്ന്. പ്രേമിച്ചിട്ടുണ്ട്. പറയോ? അത് ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഒരു സുന്ദരിയായ പെൺകുച്ചിനോട് എനിക്ക് ഭയങ്കര പ്രേമം തോന്നി. അപ്പൊ ഞാൻ ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് എന്താ അത്ഭുതം എന്റെ. അപ്പൊ ബാക്കിയുള്ള 2 കുട്ടികൾക്കുള്ളത് ദിൽനാക്കിപ്പോ പനി മെല്ലെ മാറിയിട്ടേ ഉള്ളൂ. ഇനി ഈ തണുപ്പുള്ളതൊക്കെ കൊടുത്തിട്ട് അതിന് പനി അധികാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്കുള്ളത് ഞാൻ തിന്നു. അപ്പൊ ചെറുതിനുള്ളതോ? അവൾക്കിപ്പോ ഒരു കുഴപ്പമില്ലാലോ. ഇനിയിപ്പോ ഈ തണുപ്പുള്ളതൊക്കെ കൊടുത്തിട്ടേ അതിന് പനി വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്കുള്ളത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആപ്പിള് കഴിച്ചിട്ട് അതല്ല ഹം തും. ആ പാട്ട് നല്ല ജഗദീഷ് സാർ വേറൊരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് പഠിക്കും, നല്ല പാട്ടാണ്. അതല്ല പിന്നെ ആപ്പിള് കഴിച്ചിട്ട് ആപ്പിളിന്റെ ഉള്ളിൽ. ഈ ആപ്പിളിനകത്ത് എന്തോന്നാണ് ഇരിക്കുന്നത്? ആപ്പിളിനകത്ത് ആപ്പിളിനകത്ത് എന്തോന്നിരിക്കുന്നത്? ആപ്പിളിനകത്ത് കുരു. ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ പകലും ഓരോ രാത്രിയും നാം സഞ്ചരിക്കുന്നു. നിങ്ങളെങ്ങടെ പോണ്? ഞാനേ ടെറസിൽ പോയിട്ട് കുറച്ചേരം വെയിലോളട്ടെ, വൈറ്റമിൻ ഡി കിട്ടും. നിങ്ങൾക്ക് വൈറ്റമിൻ ഡി തന്നിരുന്ന അവളില്ലേ, അവളെ കെട്ടിയോനെ പട്ടാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് പോണ്ട, വെടി കിട്ടി മരിക്കും.